ഹൈസ്കൂളിലെ മലയാളം ക്ലാസ്സാണ്. അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. സാറാണെങ്കിൽ നല്ല പൊക്കം, മെലിഞ്ഞിട്ടാണ്. പി കുഞ്ഞിരാമൻ നായരുടെ അതേ രൂപം, തലമുടിയൊക്കെ അതുപോലെ വാർത്ത് വെച്ചതുപോലെ തോന്നും. കയ്യിൽ ചൂരൽ വടി. അദ്ദേഹം കാരൂരിൻ്റെ കുട നന്നാക്കാനുണ്ടോ എന്ന കഥ വായിച്ച് അർത്ഥം പറയുകയാണ്. അതിമനോഹരമായ ക്ലാസ്സാണ്. ഇതിനിടയിൽ അറിയാതെ ഞാനൊന്ന് ചിരിച്ചുപോയി. ആ ചിരി ശ്രദ്ധിച്ച് സാർ എണീറ്റിക്കടാ, എന്തിനടാ ചിരിച്ചത്? എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. എനിക്കറിയാമടാ, നീ ബദറുദ്ദീൻ്റെ വാപ്പ കുട വയ്ക്കുന്നത് ആലോചിച്ചല്ലേടാ ചിരിച്ചതെന്ന്. ഞാൻ ആകെ സ്തംഭിച്ചുപോയി. എൻ്റെ ആത്മസുഹൃത്താണ് ബദറുദ്ദീൻ. ബദറുദ്ദീനാണ് എനിക്ക് കലാമത്സരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിത്തന്നത്. എൻ്റെ കയ്യിൽ ഒരു കലയും ഇല്ലായിരുന്നു അന്ന്. സ്റ്റേജിൽ കയറാൻ പേടി, എല്ലാവരെയും പേടിയാണ്. അച്ഛനെ പേടി, നാട്ടുകാരെ മൊത്തവും പേടി, സ്കൂളിനെ പേടി. അങ്ങനെ പേടി ജീവിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ കല പുറത്തെടുക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരില്ലല്ലോ. പക്ഷെ ബദറുദ്ദീൻ അങ്ങനെ ആരെയും പേടിയില്ല. അവൻ എന്ത് ചോദിച്ചാലും കൈ നീട്ടി നിൽക്കും. തല്ല് വാങ്ങി അവൻ പറയണ ചേപ്പറ്റിലിടുമെന്നാണ്, എന്നിട്ട് ദൂരെ കൊണ്ടുവന്ന് കളയുമെന്ന്. ഇങ്ങനെ പറയണ ഒരുത്തനാണ്. അവനൊരു പേടിയില്ല. അവൻ എന്നെ പറഞ്ഞിടാ ബാലേന്ദ്ര, നീ വാ, നീ ഇതിൽ പ്രാക്ടീസ് ചെയ്യ്. ഒരു തമിഴ് പാട്ടുണ്ട്, നീൻ്റെ 3 പേര്, നീൻ്റെ ഇടയ്ക്ക് നിന്നാൽ മതി, ഞാൻ പറയും പോലെ കൈയും കാലും എടുത്താൽ മതി. എടാ, നീ ജയിച്ചു പോവും. അപ്പം നിനക്ക് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് തിരുവനന്തപുരത്ത് ഒരിടത്ത് ചെന്നാൽ ജോലി കിട്ടും. 10ാം ക്ലാസ്സൊക്കെ പാസ്സായ ഞാൻ ഇതെല്ലാം മതിയാക്കി പോവില്ലേ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. 2 വർഷങ്ങളിലായിട്ട് എനിക്ക് 2 സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്ന ഒരാളാണ്. ഈ അടുത്ത കാലം വരെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വീട് മാറിയപ്പോൾ ചെതലരിച്ചു പോയതാണ്. ഞാനത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അവൻ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആകെ സങ്കടപ്പെട്ടത്. ഇൻ്റർവെല്ലിന് ബെല്ലടിച്ചു. ഞാൻ പുറത്തു നിന്നു. സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ദിവസമായിരുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബദറുദ്ദീൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട്, അയാളെ പോകാൻ പറ, നമുക്ക് പെടുത്തിട്ട് വരാം. ഞാൻ അവനെ അറിയാതെ ഒന്നും നോക്കിപ്പോയി. ഇപ്പം വാസ്തവത്തിൽ ഇന്നും ഞാൻ വലിയ ഹിമാലയ പർവ്വതം പോലെ, ആൽപ്സ് പർവ്വതം പോലെ, വിന്ധ്യനെ പോലെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്നേഹസ്വരൂപനായിട്ട് നിൽക്കുകയാണ്. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജന്മം കൊണ്ട് കിട്ടുന്ന സംസ്കാരം എന്നൊക്കെ, അയാൾ ജനിച്ച ജാതി, വംശം, അതിൻ്റെ മഹത്വമൊക്കെ പാടി കേൾക്കാറുണ്ട്. പക്ഷെ എൻ്റെ ബദറുദ്ദീനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു കുടതയ്പ്പുകാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അവനുള്ളതിൻ്റെ 4-1 സംസ്കാരം എനിക്ക് പുസ്തകം വായിക്കുന്ന ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. എനിക്കില്ലല്ലോ എന്ന് ഞാൻ അന്ന് ഓർത്തു. അന്ന് മുതൽ ഞാൻ തിരുത്താൻ തുടങ്ങി പലതും. ആ തിരുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ നാഗർകോവിലെവിടെയോ സൈക്കിളജ്ഞമായിട്ട് അങ്ങനെ ദീർഘകാലം കഴിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു വിവാഹമൊക്കെ കഴിച്ചു. മറക്കില്ല അവനെ, മരിക്കും വരെ മറക്കില്ല.